ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് മുന്നോടിയായുള്ള ജ്യോതി പ്രയാണ ഘോഷയാത്ര കൊല്ലം പന്മന ആശ്രമത്തിൽ നിന്നും ആരംഭിക്കും. ചട്ടമ്പിസ്വാമികളുടെ മഹാസമാധി കുടികൊള്ളുന്ന പന്മനയിലെ ശ്രീ ബാലഭട്ടാരകേശ്വരം ക്ഷേത്ര സന്നിധിയിൽ ആശ്രമ മഠാധിപതി ശ്രീമദ് കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർക്ക് ദീപം പകർന്നു നൽകും. വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയുള്ള ജ്യോതി പ്രയാണം അയിരൂർ ചെറുകോൽപ്പുഴ വിദ്യാധിരാജ നഗറിൽ എത്തിച്ചേരും. ഫെബ്രുവരി 5 നടക്കുന്ന ഹിന്ദുമത പരിഷത്തിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, വലിയൊരു കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിലാണ് തുടക്കം കുറിക്കുന്നത് ചെറുകോൽപ്പുഴയിൽ എന്ന് പറയേണ്ടി വരും. ഫെബ്രുവരി 5 സർസംഘചാലക് അടക്കം അവിടേക്ക് എത്തുകയാണ്. മാത്രവുമല്ല, ഓരോ ദിവസങ്ങളിലായി വിശിഷ്ട വ്യക്തികൾ, ഗോവ ഗവർണർ അടക്കം പങ്കെടുക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ അടക്കം സാന്നിധ്യം അവിടെ ഉണ്ടാകുമല്ലോ വരും ദിവസങ്ങളിൽ. പ്രവർത്തകരാവണം അവരാണ് ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകശ്രദ്ധ ദേവിക 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദു മത പരിഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ജ്യോതി പ്രയാണ ഘോഷയാത്രയാണ് അല്പസമയത്തിനകം തന്നെ പന്മനയിൽ നിന്നും ആരംഭിക്കുക. മതപരിഷത്ത് സമ്മേളനത്തിന്റെ വേദിയിലെ കെടാവിളക്കിൽ കൊളുത്തുന്നതിനായുള്ള ദീപശിഖ പ്രയാണം ഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി കുടികൊള്ളുന്ന കൊല്ലം പന്മനയിലെ ബാലഭട്ടാരകേശ്വരം ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആശ്രമ മഠാധിപതി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ പകർന്നു നൽകുന്ന ദീപം അല്പസമയത്തിനകം തന്നെ ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ ഏറ്റുവാങ്ങും. തുടർന്ന് ദീപവും വഹിച്ചുകൊണ്ടുള്ള ജ്യോതിപ്രയാണ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ ക്ഷേത്രങ്ങളും ഹിന്ദു സംഘടനകളും ആശ്രമങ്ങളും ഒക്കെ നൽകുന്ന സ്വീകരണങ്ങൾ വിവിധ ഇടങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും പ്രയാണം അയിരൂർ ചെറുകോൽപ്പുഴയിൽ എത്തുന്നത്. 350ഓളം സ്ഥലങ്ങളിൽ ഈ ദീപശിഖ പ്രയാണത്തിന് സ്വീകരണം നൽകും. വിവിധ ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും ഒപ്പം തന്നെ ഹിന്ദു സംഘടനകളും ഒക്കെ നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ പ്രയാണം ചെറുകോൽപ്പുഴയിലെത്തുക. തുടർന്ന് അതായത് ഫെബ്രുവരി 2-ാം തീയതി 11 മണിയോടുകൂടിയായിരിക്കും ഈ ജ്യോതിപ്രയാണ ഘോഷയാത്ര ചെറുകോൽപ്പുഴയിൽ എത്തുന്നത്. തുടർന്നായിരിക്കും ഈ ഒരു സമ്മേളനത്തിന് തുടക്കം കുറിക്കുക. ഫെബ്രുവരി 2-ന് പമ്പാമണപ്പുറത്ത് വിദ്യാധിരാജ നഗറിലേക്ക് 11 മണിയോടുകൂടി ജ്യോതിപ്രയാണ ഘോഷയാത്ര എത്തും. ഒപ്പം തന്നെ എഴുമറ്റൂർ ശ്രീ പരമ ഭട്ടാരക ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്ര, അയിരൂർ പുതിയകാവിൽ നിന്നുള്ള പതാക ഘോഷയാത്ര, സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നെത്തുന്ന പദയാത്ര എന്നിവ സമന്വയിച്ചാണ് ചെറുകോൽപ്പുഴയിലെ ശ്രീ വിദ്യാധിരാജ സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേരുന്നത്. പിന്നീട് അവിടെ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശ്രീ വിദ്യാധിരാജ നഗറിലേക്ക് ഈ ഘോഷയാത്രകളെല്ലാം തന്നെ സ്വീകരിച്ച് ആനയിക്കപ്പെടും. തുടർന്ന് ഭദ്രദീപം തെളിയിച്ച് ഛായാചിത്ര പ്രതിഷ്ഠ നടത്തി പ്രസിഡന്റ് PS നായർ പതാക ഉയർത്തും. അതോടുകൂടിയായിരിക്കും ഈ സമ്മേളനത്തിന് തുടക്കമാവുക. അല്പസമയത്തിനകം തന്നെ ഈ പന്മനയിൽ നിന്നും പന്മനയിലെ ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി കുടികൊള്ളുന്ന ബാലഭട്ടാരകേശ്വരം ക്ഷേത്ര സന്നിധിയിൽ നിന്നും അല്പസമയത്തിനകം തന്നെ ഈ ജ്യോതിപ്രയാണ ഘോഷയാത്ര ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ഘോഷയാത്രയെ അനുഗമിക്കാനുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ നിന്നും ദീപം പകർന്ന് നൽകും. ആ ദീപവും വഹിച്ചുകൊണ്ടുള്ള പ്രയാണ ഘോഷയാത്രയായിരിക്കും അല്പസമയത്തിനകം ഇവിടെ ആരംഭിക്കുന്നത്. ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് ശ്രീ PS നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എത്ര സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആണ് ഈ ദീപജ്യോതി പ്രയാണം ചെറുകോൽപ്പുഴയിൽ എത്തുന്നത്? ഏതാണ്ട് 350ഓളം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഇത് ചെറുകോൽപ്പുഴയിൽ എത്തുന്നത്. എല്ലാവർക്കും സാദര നമസ്കാരം. അതായത് ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ നല്ല സ്വീകരണങ്ങളല്ലേ ഏറ്റുവാങ്ങി? കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഇത് ഈ ഘോഷയാത്ര പോകുന്നുണ്ട്. 3 സ്ഥലങ്ങളിലെയും 3 സംസ്ഥാന ജില്ലകളിലെയും സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ചെറുകോൽപ്പുഴയിൽ എത്തുന്നത് 2-ാം തീയതി രാവിലെ 10:30 മണിക്ക്. എങ്ങനെയാണ് ഘോഷയാത്രയുടെ ക്രമീകരണങ്ങൾ ഒരുക്കി? ഇതിന് പ്രത്യേക ഒരു വിഭാഗത്തെ തന്നെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അവരെ ഓരോ പ്രദേശങ്ങളിലും നേരത്തെ പോയി അറിയിപ്പ് കൊടുത്തുകൊണ്ട്
എല്ലാവർക്കും സ്വീകരണം ഒരുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിന്റെ ക്രമീകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരാഴ്ചക്കാലം ഇപ്പൊ ഒപ്പമുള്ള ആളുകൾ എല്ലാവരും ചെറുകോൽപ്പുഴ വരെ അനുഗമിക്കുന്നുണ്ടോ? ഇതിലേതാണ്ട് ഒരു വലിയ പങ്ക് ആൾക്കാർ ഇതിനെ ഈ 4 ദിവസവും അനുഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇതിന്റെ വിജയം. കൃതജ്ഞത പറയുക എന്നുള്ളതാണ്. ദേവിക അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിലെ കിടാവിളക്കിൽ നിന്നും പകരുന്ന ദീപവുമായി ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി കുടികൊള്ളുന്ന ഈ പന്മനയിൽ നിന്നും അല്പസമയത്തിനകം തന്നെ ദീപ പ്രയാണം ആരംഭിക്കും. അതോടുകൂടി 113ാമത് ഹിന്ദുമത പരിഷത്തിന്റെ സമാരംഭം കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾക്ക് ഇവിടെ തുടക്കമാകും. ദേവിക. അതെ നിഷ, അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ എഴുമറ്റൂർ, പത്തനംതിട്ട ജില്ലയിലെ എഴുമറ്റൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹം അയിരൂർ ചെറുകോൽപ്പുഴയിൽ സന്ദർശനം നടത്തി. അദ്ദേഹം അവിടെ ചില ആധ്യാത്മിക നേതാക്കളുമായി സംസാരിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് പിന്നീട് തുടക്കമാകുന്നത്. ഏകദേശം 112 വർഷം കഴിഞ്ഞിരിക്കുന്നു. 113 വർഷമായി അയിരൂർ ചെറുകോൽപ്പുഴ, അതായത് പമ്പ നദിക്കരയിലാണ് ദക്ഷിണ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹൈന്ദവ സമ്മേളനം എല്ലാ വർഷവും നടക്കുന്നത്. പമ്പ മണപ്പുറത്ത് തന്നെയാണ്. ഈ വർഷം ഫെബ്രുവരി 2 മുതൽ 9 വരെയാണ് 113ാമത് ഹിന്ദുമത സമ്മേളനം നടക്കുന്നത്. നമുക്കറിയാം പമ്പ നദിക്കരയെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട സമ്മേളനങ്ങളാണ് ആദ്യം നടക്കുക. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്താണെങ്കിൽ ഈ പരിഷത്ത് അവസാനിക്കുന്ന ദിവസമാണ് മാരാമൺ ക്രൈസ്തവ കൺവെൻഷൻ. ഇതേ മണപ്പുറത്ത് മറ്റൊരു സ്ഥലത്തായി കോഴഞ്ചേരി മാരാമൺ മണപ്പുറത്തായി നടക്കുന്നത്. ഈ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കം കുറിച്ച് എല്ലാ വർഷവും കൊല്ലം ജില്ലയിലെ പന്മന ചട്ടമ്പി സ്വാമികളുടെ സമാധി കേന്ദ്രത്തിൽ നിന്നാണ് ജ്യോതിപ്രയാണം ആരംഭിക്കുന്നത്. നേരത്തെ നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഛായാചിത്ര പ്രയാണം ആരംഭിക്കുന്നത് എഴുമറ്റൂർ വിദ്യാധിരാജ ആശ്രമത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ മറ്റ് ദീപപ്രയാണം തുടങ്ങിയവ എല്ലാം കൂടി സംഗമിക്കുന്നത് 2-ാം തീയതിയാണ്. അയിരൂർ ചെറുകോൽപ്പുഴയിൽ സംഗമിച്ചിട്ടാണ് ഇത് വിദ്യാധിരാജ നഗറിലേക്ക് എത്തുന്നത്. നിഷ, ഈ ഹിന്ദുമത സമ്മേളനത്തിലെ ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സമ്മേളനം എന്ന് പറയുന്നത് 5-ാം തീയതി RSSന്റെ സർസംഘചാലകായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭാഗവത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 5-നാണ് അദ്ദേഹം ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാന കാര്യം, സംഘത്തിന്റെ ശതാബ്ദി വർഷമാണ്, 100ാം വർഷത്തിലാണ് സർസംഘചാലക് ദക്ഷിണ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇത്തവണത്തെ സമ്മേളനം ഏറെ ശ്രദ്ധേയമാകും എന്നുള്ള കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതല്ലേ നിഷ? ഞങ്ങളുടെ വൈസ് പ്രസിഡന്റുമാര്, ജോയിന്റ് സെക്രട്ടറിമാര്, മറ്റ് വിനോദ, തീർച്ചയായും PS നായർ അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ ഇത്തവണ വളരെ വിപുലമായ ഒരുക്കങ്ങൾ തന്നെ സർസംഘചാലക് പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത്തവണത്തെ ഹിന്ദു സമ്മേളനം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പേ പൂർത്തിയാക്കിയിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പ്രയാണ ഘോഷയാത്ര ചെറുകോൽപ്പുഴയിൽ എത്തുമ്പോഴേക്കും വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മറ്റ് പ്രയാണ ഘോഷയാത്രകൾ എല്ലാം തന്നെ 2-ാം തീയതി 11 മണിയോടുകൂടി ചെറുകോൽപ്പുഴയിലെത്തും. തുടർന്നായിരിക്കും പതാക ഉയർത്തി 4 മണിയോടുകൂടി പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കമാകുക. സർസംഘചാലക് പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ വിപുലമായ സൗകര്യങ്ങളും വിപുലമായ ഒരുക്കങ്ങളും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് PS നായർ അല്പസമയം പറഞ്ഞത്. എന്തായാലും വളരെ വിപുലമായ ഒരു തുടക്കം ഇപ്പോൾ കൊല്ലം പന്മനയിൽ നിന്നും ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അതിന് മുന്നോടിയായുള്ള യോഗ നടപടികൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപം PS നായർക്ക് ഇവിടുത്തെ ആശ്രമ മഠാധിപതി പകർന്നു നൽകും. ആ ദീപവും വഹിച്ചുകൊണ്ട് പ്രത്യേകം അലങ്കരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന രഥം ഇവിടെ പോകാനായി യാത്ര പുറപ്പെടാനായി തയ്യാറായി നിൽക്കുന്നുണ്ട്. ആ രഥത്തിലായിരിക്കും യാത്ര. 350ഓളം സ്വീകരണ കേന്ദ്രങ്ങൾ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലായി 350ഓളം സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഒരു പ്രയാണ ഘോഷയാത്രയായിരിക്കും അല്പസമയത്തിനകം ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പന്മനയിൽ നിന്നും ദീപം
പകർന്നു നൽകാൻ പോകുന്ന ചടങ്ങുകളാണ്. ഈ ദീപം പകർന്നു നൽകിക്കഴിഞ്ഞാൽ നിരവധി പേരുടെ അകമ്പടിയോടുകൂടി, നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടുകൂടി ആയിരിക്കും ഇവിടെ നിന്ന് പുറപ്പെടുക. ഇതിനുള്ള തയ്യാറെടുപ്പുകളാണ്, ഇതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി കുടികൊള്ളുന്ന കൊല്ലം പന്മനയിലെ ബാലഭട്ടാരകീശ്വരം ക്ഷേത്ര സന്നിധിയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഇവിടെ നിന്നും ആശ്രമ മഠാധിപതി പകർന്നു നൽകുന്ന ദീപം ഹിന്ദു മത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ ഏറ്റുവാങ്ങും. ഈ ദീപം ഏറ്റുവാങ്ങിയതിനു ശേഷം ഇവിടെ പ്രത്യേകം അലങ്കരിച്ച് തയ്യാറാക്കിയുള്ള രഥമുണ്ട്. ആ രഥത്തിലേക്ക് ആ ദീപവും ആവാഹിച്ചുകൊണ്ടുള്ള പ്രയാണ ഘോഷയാത്ര, ജ്യോതി പ്രയാണ ഘോഷയാത്ര ഇവിടെ നിന്നും ആരംഭിക്കും. ആദ്യത്തെ ഒരു സ്വീകരണം എന്ന് പറയുന്നത് ഹിന്ദു മത മഹാമണ്ഡലം കൊല്ലം ജില്ലാ പ്രാദേശിക സമിതിയുടേതാണ്. തുടർന്ന് കൊല്ലത്ത് തന്നെ നിരവധി കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങളുണ്ട്. ചട്ടമ്പി സ്വാമി മണ്ഡപം, ഒപ്പം കണ്ണൻകുളങ്ങര ദേവീക്ഷേത്രം, ഇടപ്പള്ളിക്കോട്ട, അങ്ങനെ പോകുന്നു സ്വീകരണ കേന്ദ്രങ്ങൾ. ഓച്ചിറ അമ്പലത്തിൽ സ്വീകരണമുണ്ട്. ഓച്ചിറയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണമുണ്ട്. ഒപ്പം തന്നെ ശ്രീ വിദ്യാധിരാജപുരമുണ്ട്. ശ്രീ വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകുന്നുണ്ട്. അങ്ങനെ 350ഓളം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയായിരിക്കും ഫെബ്രുവരി 2-ന് 11 മണിയോടുകൂടി ഈ ഒരു ജ്യോതി പ്രയാണ ഘോഷയാത്ര ചെറുകോൽ പുഴയിൽ എത്തുന്നത്. ഈ ജ്യോതി പ്രയാണ ഘോഷയാത്ര, പന്മനയിൽ നിന്നുള്ള ജ്യോതി പ്രയാണ ഘോഷയാത്ര അവിടെ എത്തുന്ന സമയത്ത് തന്നെ എഴുമറ്റൂർ ശ്രീപരമ ഭട്ടാരക ക്ഷേത്രത്തിൽ ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്ര, അയിരൂർ പുതിയകാവിൽ നിന്നുള്ള പതാക ഘോഷയാത്ര, സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നെത്തുന്ന പദയാത്ര എന്നിവയെല്ലാം തന്നെ ആ സമയത്ത് അവിടെ എത്തിച്ചേരും. ഈ ഘോഷയാത്രകളെല്ലാം ഒന്നിച്ച് സമന്വയിച്ച് ചെറുകോൽപ്പുഴ വിദ്യാധിരാജ സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേരും. അവിടെ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ശ്രീ വിദ്യാധിരാജ നഗറിലേക്ക് ഈ ഘോഷയാത്രകളെ എല്ലാം തന്നെ സ്വീകരിച്ച് ആനയിക്കും. തുടർന്ന് ഭദ്രദീപം തെളിയിച്ച് ഛായാചിത്ര പ്രതിഷ്ഠ നടത്തി ഹിന്ദു മത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ പതാക ഉയർത്തും. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ദീപം പകർന്ന് നൽകുന്നതാണ്. PS നായർ ദീപം ഏറ്റുവാങ്ങുന്നു. ഈ ദീപവുമായി അല്പസമയത്തിനകം തന്നെ പ്രത്യേകം അലങ്കരിച്ച് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന രഥത്തിൽ ദീപം കൊളുത്തും. ദീപം അവിടേക്ക് രഥത്തിലേക്ക് ദീപം കൊണ്ടുപോകും. അതിനുശേഷം ദീപം വഹിച്ചുകൊണ്ടുള്ള ജ്യോതി പ്രയാണ ഘോഷയാത്ര ആരംഭിക്കും. നൂറുകണക്കിന് പേരാണ് ഈ ജ്യോതി പ്രയാണ ഘോഷയാത്രയെ അനുഗമിക്കാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും ജ്യോതി പ്രയാണ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ പന്മനയിൽ നിന്നും ആരംഭിക്കും. ദേവിക വിനോദ്. അതെ, പന്മന പരമഭട്ടാര വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധി കേന്ദ്രത്തിൽ നിന്നുള്ള ജ്യോതി പ്രയാണം അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിലേക്ക് 113ാമത് മഹാ ഹിന്ദുമത പരിഷത്തിലേക്കുള്ള ജ്യോതി പ്രയാണം കൊല്ലം പന്മന വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധി കേന്ദ്രത്തിൽ നിന്നും ആരംഭിക്കുകയാണ്. പരിഷത്ത് പ്രസിഡന്റ് ശ്രീ PS നായർ ജ്യോതി ഏറ്റുവാങ്ങി. ഇനി വിവിധ ക്ഷേത്രങ്ങളും വിവിധ ഹൈന്ദവ കേന്ദ്രങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഫെബ്രുവരി 2-നാണ് ഈ ജ്യോതി പ്രയാണം ചെറുകോൽപ്പുഴയിൽ എത്തിച്ചേരുക. ഇതേസമയം തന്നെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും എഴുമറ്റൂർ ആശ്രമത്തിൽ നിന്നും ഛായാചിത്ര ഘോഷയാത്ര, അതേപോലെ തന്നെ മറ്റ് കൊടിമര ഘോഷയാത്ര ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ചെറുകോൽപ്പുഴയിൽ സംഗമിച്ച് ഫെബ്രുവരി 2-നാണ് ഈ ഘോഷയാത്രകൾ വിദ്യാധിരാജ നഗറിലെത്തുന്നത്. അന്ന് വൈകിട്ട് സമ്മേളനം ആരംഭിക്കും. ഫെബ്രുവരി 5-ന് നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ സമ്മേളനത്തിൻ്റെ പ്രത്യേകത. ഫെബ്രുവരി 9 വരെയാണ് ഈ വർഷത്തെ സമ്മേളനം. സമ്മേളനത്തിൽ വിവിധ ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠന്മാരും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ജ്യോതി പ്രയാണത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇവിടെ